പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ രാജ്യത്തിനകത്ത് നുഴഞ്ഞു കയറിയിരിക്കുന്ന ഇല്ലീഗലായിട്ടുള്ള റോഹിംഗ്യൻ മുസ്ലിങ്ങളെയും ബംഗ്ലാദേശികളെയും കണ്ടുപിടിക്കാനുള്ള വലിയ രീതിയിലുള്ളൊരു മാസീവ് ഡ്രൈവ് ഇപ്പോൾ നമ്മുടെ രാജ്യത്തുടനീളം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും മുംബൈ അടക്കമുള്ള മേഖലകളിലാണ് ഈ ഡ്രൈവ് നടന്നുകൊണ്ടിരിക്കുന്നത്. 18 ലക്ഷം റേഷൻ കാർഡുകളിലാണ് ഇവർ പേര് ചേർത്തിരിക്കുന്നത് അനധികൃതമായി എന്ന് ഇതിനെ തുടർന്ന് കണ്ടെത്തിയിരുന്നു. പല റേഷൻ കടകളിൽ നിന്നും ഇവർ സാധനം വാങ്ങിച്ച് കരിഞ്ചന്തയിൽ കൊണ്ടുപോയി പൂഴ്ത്തി വെച്ച് മറച്ചു വിൽക്കുകയാണ് എന്നൊക്കെയുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. ന്യൂസ് ഇന്ത്യ മലയാളം അടക്കമുള്ള മാധ്യമങ്ങൾ ആ വാർത്ത കൊടുത്തതാണ്. ഇപ്പോഴിതാ ഹരിയാനയിൽ നിന്ന് ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. 237 ഇല്ലീഗൽ ബംഗ്ലാദേശികളെ ഹരിയാനയിൽ നിന്ന് ഇപ്പോൾ ഉടനടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ആ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. 250 പേരെ മഹാരാഷ്ട്രയിൽ നിന്നും പോലീസ് അരിച്ചു പറക്കി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന റിപ്പോർട്ടും സൂചിപ്പിക്കുന്നു. ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു മാസീവ് ഡ്രൈവ് ബംഗ്ലാദേശികളെ കണ്ടെത്താൻ നമ്മുടെ രാജ്യത്ത് നടക്കുന്നതിനെ തുടർന്ന് ഒരു ഹർജിയുമായി സുപ്രീം കോടതിയിലേക്ക് ഒരാൾ പോയിട്ടുണ്ടായിരുന്നു. അയാളുടെ പ്രധാനപ്പെട്ട വാദം റോഹിംഗ്യൻ മുസ്ലിങ്ങളെയും ബംഗ്ലാദേശികളെയും ഇന്ത്യ പാർപ്പിക്കുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലാണ്. ആ ദ്വീപിലേക്ക് കൊണ്ടുപോയി അവിടെ പാർപ്പിക്കാതെ പലരെയും ഇന്ത്യ കടലിലേക്ക് എറിയുന്നു എന്നാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ സുപ്രീം കോടതി ഇയാളെ കണ്ടമഴി ഓട്ടിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. വലിയ രീതിയിലുള്ള ബംഗ്ലാദേശികളെ നുഴഞ്ഞുകയറ്റക്കാരെ പിടിക്കുന്ന യജ്ഞമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ബംഗ്ലാദേശികൾ നമ്മുടെ രാജ്യത്ത് നുഴഞ്ഞു കയറിയവർ നേരത്തെ ഡൽഹിയിൽ ഇത്തരത്തിലൊരു മാസീവ് ഡ്രൈവ് നടക്കുന്നുണ്ടായിരുന്നു. കേരളത്തിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള വമ്പനായിട്ടുള്ള മാസീവ് ഡ്രൈവ് നടക്കാത്തത് എന്നുള്ളതാണ് വേറൊരു കാര്യം. കേരളത്തിലെ പെരുമ്പാവൂരിൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ വന്നിരിക്കുന്ന ആൾക്കാർ, ബംഗാളികൾ എന്ന പേരിൽ വന്നിരിക്കുന്ന ആൾക്കാർ ഏത് രാജ്യക്കാരാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള സംശയം നമ്മൾ മലയാളികൾ തന്നെ പലപ്പോഴായി പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ സർക്കാർ അവിടെ അതിഥി തൊഴിലാളികളായി കണ്ട് അവർക്ക് പാലും മുട്ടയും പാമ്പിന് കൊടുക്കുന്നത് പോലെ കൊടുത്ത് പാലൂട്ടി വളർത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. ഉടനെ തന്നെ കേരളത്തിലേക്കും ഈ മാസീവ് ഡ്രൈവ്, ഈ ബംഗ്ലാദേശികളെയും നുഴഞ്ഞു കയറ്റക്കാരെയും കണ്ടെത്തുന്ന ആ മാസീവ് ഡ്രൈവ് എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.